ഹായ് ഗായ്സ്, ഐ എം ബാക്ക്. ഇന്നത്തെ ഒരു വർക്കിംഗ് ഡേയും പിന്നെ കുറച്ചൊരു ഫൺ ഡേയും ആയിട്ടുള്ളൊരു വ്ളോഗാണ്. കാരണം രാവിലെ വരെ ഞാൻ കുറച്ച് വർക്ക് ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം പിന്നെ അങ്ങോട്ട് ഫുള്ള് ഫണ്ണാണ്. കാരണം ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഹെഡ് ഓഫീസിലോട്ട് പോവാണ്. കാരണം ഹെഡ് ഓഫീസും ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസും തമ്മിൽ ഓൾമോസ്റ്റ് ഒരു 35 കിലോമീറ്റേഴ്സിന്റെ വ്യത്യാസമുണ്ട്. ഞാൻ അങ്ങനെ എപ്പോഴും ഹെഡ് ഓഫീസിൽ പോകാറില്ല. എനിക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. എനിക്കിവിടെ സ്പെഷ്യലായിട്ടൊരു ഓഫീസ് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഇന്നത്തെ വ്ളോഗിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസിൽ കൂടുന്നത് ഞങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ ഉണ്ട്, സീക്രട്ട് സാന്റ. അത് ആക്ച്വലി ക്രിസ്മസിന് നടത്തേണ്ടതാണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ക്രിസ്മസ് ഡേ ഞങ്ങൾക്ക് വർക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് അന്ന് നടത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ന്യൂ ഇയേഴ്സിനും ക്രിസ്മസിനും ഇടയ്ക്കുള്ള ദിവസത്തിലാണ് ഇത് നടത്തുന്നത്. അതിനുള്ള കാരണം ഞങ്ങൾക്ക് ഈ ഒരു ടൈമിങ്ങിൽ നമ്മുടെ വർക്കുകൾസ് എല്ലാം ഏറെക്കുറെയൊക്കെ കംപ്ലീറ്റ് ആവും. എന്നാലും എൻ്റെ വർക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. അത് ഈ കമ്പനി ഉള്ള സമയങ്ങളിലെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക്. എന്നാലും നമുക്കതിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം കളയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അതിന് കെട്ടിയരിഞ്ഞ് ഒരുങ്ങി ഞാനങ്ങ് പോവുക. വാച്ച് ഞാൻ എനിക്ക് തന്നെ വാങ്ങിച്ചതാണ്. വേറെ ആരും എനിക്ക് വാങ്ങിച്ചു തരാനില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ പറയാൻ വിട്ടുപോയി, കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞപ്പം ഞാൻ വേറൊരു റൂമാണ് കാണിച്ചത്. ഇത് വേറൊരു റൂമാണ്. ആ റൂമിലാണ് ഓൾമോസ്റ്റ് ഞാൻ 1 വർഷം താമസിച്ചത്. 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ വേറെ റൂമിലോട്ട് വന്നു. ഇത് അത്യാവശ്യം നല്ല റൂമാണ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. എന്താണെന്നറിയില്ല, ആ വ്ളോഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ റൂം കിട്ടിയത്. ഇതും കമ്പനി വക റൂം തന്നെയാണ്, ക്യാമ്പ് തന്നെയാണ്, പക്ഷെ കമ്പാരിറ്റീവ്ലി അടിപൊളിയാണ്. ഞാൻ ഈ ഇടുന്ന ഹെൽമെറ്റും ജാക്കറ്റും ഒക്കെ സൈക്കിളിൽ പോകാൻ വേണ്ടിയിട്ടാട്ടോ. അല്ലാതെ ഞാൻ കൺസ്ട്രക്ഷൻ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇടുന്നതാണെന്നൊന്നും വിചാരിക്കല്ലേ. കാരണം ഞാനിപ്പോൾ സൈക്കിളിലാണ് പോകുന്നത്. വിന്റർ ആയതിനു ശേഷം സൈക്കിൾ എടുത്തു. സൈക്കിളിൽ പോയി വരാനൊരു സുഖം. കാരണം എപ്പോഴും ഞാൻ ടൂ വീലർ ഓടിച്ചാണ് അവിടെ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഇവിടെ ഒരു ടൂ വീലർ ഇല്ലാത്തതിന് ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഈ ജാക്കറ്റ് ഹെൽമെറ്റും ഒക്കെ ഈ സൈക്കിളിന്റെ കൂടെ എപ്പോഴും നമ്മൾ കരുതണം. സൈക്കിൾ എടുക്കുന്നുണ്ടോ, ഇത് മസ്റ്റാണ്. ഗിയർ അപ്പ് ചെയ്തു. ഞാൻ ഈ റൂമിൽ നിന്ന് ഇറങ്ങി. ഞാൻ സൈക്കിൾ എടുക്കാൻ വേണ്ടി പോവുക. സൈക്കിള് താഴെ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതാണ് എൻ്റെ സൈക്കിൾ. നല്ല കളർ നോക്കി തന്നെ ഞാൻ ഈ എടുത്ത ബ്ലൂ ആൻഡ് ഗ്രീൻ. എനിക്ക് ഈ ഗ്രീൻ കളർ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് രാത്രിയിൽ നല്ല റിഫ്ലക്റ്റീവ് ആയിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ യാത്ര തുടങ്ങി. ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ്സിൽ ഞാൻ ഓഫീസ് എത്താറുണ്ട്. ഞാൻ ആ പോകുന്ന വഴിയിലുള്ള ചെറിയ വിഷ്വൽസ് ആണ്. മെയിൻ റോഡ് അപ്പുറയാണ്. ഇതിപ്പോ ഞാൻ സർവീസ് റോഡ് കയറി പോവുക. ഈ മാളിനകത്തോട്ട് പോകാനുള്ള റോഡാണ്. ഇപ്പൊ പോകുന്നത് സർവീസ് റോഡ്. കാരണം ഞങ്ങൾക്ക് പേയ്മെന്റിൽ അല്ലാന്നുണ്ടെങ്കിൽ സർവീസ് റോഡ് ഇതിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. എന്നാലും നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം പോകാൻ. സൈഡിൽ കൂടെ നല്ല സ്പീഡിലായിരിക്കും വണ്ടികൾ പോകുന്നത്. സർവീസ് റോഡിൽ അത്ര സ്പീഡിൽ പോകാറില്ല ഈവൻ ദോ. എന്നാൽ പോലും ചിലപ്പോഴൊക്കെ നല്ല സ്പീഡിൽ വണ്ടികൾ വന്ന് പോകും. ആ പോകുന്നത് ഓക്കെയാണ്, പക്ഷെ അതിന്റെ ഒരു കാറ്റടിക്കും പോയി കഴിഞ്ഞിട്ട്. എന്റെ മോനെ, നമ്മൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മാറിപ്പോകും. കാരണം അത്ര, ഒന്നാമത് നല്ല വിൻഡി ക്ലൈമറ്റും കൂടെ ആണെങ്കിൽ പറയണ്ട. ടൂ വീലർ ആകുമ്പോൾ നമ്മൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാനായിട്ട്. ഞാൻ അങ്ങനെ ഓഫീസ് എത്തി. ഓഫീസ് എത്തിയത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് കാണിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. കാരണം റെക്കോർഡായില്ല. പക്ഷെ ഞാൻ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ആ റെക്കോർഡിങ് ആണോ എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. ബിഗിനേഴ്സ് പ്രശ്നങ്ങളാണ്, മാറിക്കോളും. പക്ഷെ കുഴപ്പമില്ല, ബാക്കിയുള്ളതെല്ലാം ഞാൻ 2 തവണ ചെക്ക് ചെയ്തായിരുന്നു. ഓഫീസ് എത്തി. രാവിലത്തെ പണികളൊക്കെ ഏറെക്കുറെയൊക്കെ ഒന്ന് സൈഡിലേക്ക് സെറ്റാക്കി വെക്കുന്നതിന്റെ ധൃതിയിലാണ് ഞാൻ. എൻ്റെ വർക്ക് ലൈഫും കൂടെ കുറച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ. ഇത് കുറച്ച് ഞങ്ങൾക്ക് വാലറ്റ് ടിക്കറ്റ്സ് ആണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല, വാലറ്റിന്റെ ബിസിനസ്സാണ് ഞങ്ങൾ റൺ ചെയ്യുന്നത്. അപ്പം വാലറ്റ് ടിക്കറ്റ്സ് ആണ് ഭൂരിഭാഗവും. നമ്മൾ ഒരേ മോഡലിലുള്ള നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ തന്നെയായിരിക്കും ഒട്ടുമിക്ക ലൊക്കേഷനിലും. നമ്മൾ അതിൻ്റെ ലോഗോസും ടേംസ് ആൻഡ് കണ്ടീഷൻസും മാത്രമേ മാറ്റാറുള്ളൂ. അപ്പോൾ പെൻഡിങ് ഉള്ള വർക്കുകളെല്ലാം തീർത്തിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഞങ്ങളുടെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ട്രാൻസ്പോർട്ട് നിറഞ്ഞുപോയി. അതുകൊണ്ട് ഞങ്ങളുടെ GMന്റെ മോൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. പുള്ളി ഞങ്ങളുടെ ഓഫീസിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വണ്ടിയില്ല എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ് കയറിക്കോളാനായിട്ട്. അപ്പം ഞാനും
എൻ്റെ റൂംമേറ്റും പിന്നെ പുള്ളിയുടെ അസിസ്റ്റന്റ്. ഞങ്ങളിങ്ങനെ ഷെയ്ഖ് സായദ് റോഡിൽ കൂടെ കാറിലാണ് പോകുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു 28 ആ ഒരു 28 തവണ ഞാൻ മാത്രമേ ഈ ഷെയ്ഖ് സായദ് റോഡിൽ കൂടെ ഞാൻ പോയിട്ടുള്ളൂ. ഞാൻ ഓരോ തവണ പോകുമ്പോഴും എണ്ണാറുണ്ട്. കാരണം എനിക്ക് ഈ റോഡിൽ ട്രാവൽ ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെട്രോയിലാണ് കൂടുതൽ. ഇത് ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളവിടെ എത്തി. ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കാന്ന് പറഞ്ഞ പുള്ളി വരുവാ. പക്ഷെ വീഡിയോ ഒക്കെ എടുക്കുന്നതും എനിക്കൊരു ഓക്വേർഡ്നെസ് ഉണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഞങ്ങള് ബേസ്മെന്റിലാ നിൽക്കുന്നത്. പാർക്ക് ചെയ്തിട്ട് ഇത് തുറക്കണമെങ്കിൽ ഇവിടുത്തെ ആക്സസ് വേണം. ഞാൻ ചുമ്മാ അവിടെ പോയിരുന്ന് കളിക്കുന്നത്. എനിക്ക് പിന്നെ എല്ലാം കോമഡിയാ. ഞങ്ങളെ വിളിക്കാൻ വന്ന ആള് ഞങ്ങളെ കൊണ്ടുപോവുക. ലിഫ്റ്റിൽ കയറി. ഇത് ഞങ്ങളുടെ ഹെഡ് ഓഫീസിലെ ലിഫ്റ്റാണ്. ഓഫീസ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. പുറം ഭാഗം. അകംഭാവം ഞാൻ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ പുതിയ ഫ്ലോറാ. പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ 7th ഫ്ലോറിലായിരുന്നു. നമ്മളെ 6th ഫ്ലോറിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഞങ്ങളുടെ ഓഫീസും മാത്രം. കാരണം ഇപ്പോഴത്തെ ഫ്ലോറിൽ ഓൾമോസ്റ്റ് 7 കമ്പനികളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടൊരു സ്പേസിന് വേണ്ടി ഞങ്ങളായിട്ട് എടുക്കുന്ന ഫ്ലോർ മൊത്തം ഞങ്ങളിങ്ങനെ എടുക്കുക. ഇതാണ് കറന്റ്ലി നമ്മൾ നിൽക്കുന്ന ഫ്ലോർ. ഇവിടെ ഡെക്കറേഷൻസ് ഒക്കെ സെറ്റാണ്. താഴെ ഗിഫ്റ്റുകൾ കൊണ്ട് നിറയുന്നതേ ഉള്ളൂ. ഓരോരുത്തരായിട്ട് നമ്മളിങ്ങനെ കൊണ്ട് വെക്കുക. അറേഞ്ച് ചെയ്യാനായിട്ട് വേറെ കമ്പനിയുടെ ആളുകളുണ്ട്. ഞാൻ പിന്നെ ഒരു മൂലയ്ക്ക് നിന്ന് വീഡിയോ എടുക്കും. കാരണം എന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാവൂ. എല്ലാവർക്കും എന്നെ ഫോണിൽ കൂടെ മെയിലിൽ കൂടെയൊക്കെ ഉള്ള പരിചയമുള്ളൂ. പക്ഷെ പണ്ടത്തെ ആളുകളും ഉണ്ട്. എല്ലാം ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ ഉള്ളത് പരിപാടി കിക്ക് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാരെയും വിളിച്ചു കൂട്ടി നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് ഞങ്ങളുടെ GM, ഞങ്ങളുടെ ജനറൽ മാനേജർ, വൺ ആൻഡ് ഓൺലി രാജൻ സാർ. സാറ് തന്നെയാണ് ഈ പരിപാടി മൊത്തം ഹോസ്റ്റ് ചെയ്യുന്നത്. സാറാണ് ഓൾമോസ്റ്റ് ഞങ്ങളുടെ എല്ലാ പരിപാടീസും സാറാണ് ഇൻട്രൊഡക്ഷനും എല്ലാം. കാരണം പുള്ളിയുടെ ഒരു എനർജി ലെവല് വേറെ അവിടെ ആർക്കും ഇല്ല. സത്യം പറയാലോ. സാറ് വന്ന് നിന്ന് സംസാരിച്ച് എല്ലാം ഫോർവേഡ് ചെയ്താണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇത്രയും ആളുകളുണ്ട്. ഇത് ഞങ്ങളുടെ കമ്പനി മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല ഓൾമോസ്റ്റ് 7 കമ്പനിയോളം ഉണ്ട് അതിനകത്തുള്ള ഇത്രയും ആളുകൾ. ലൈക്ക് ടോട്ടൽ സ്റ്റാഫ് അല്ല, ഇതെല്ലാം ഓഫീസ് സ്റ്റാഫുകളാണ്. ഞങ്ങൾക്ക് ഇതിലും വർക്ക് ഫീൽഡിൽ നിൽക്കുന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പം നമ്മൾ ഒരു 70-75 പേരോളം ഇപ്പം ആ ഫ്ലോറിലുണ്ട്. ഈ പരിപാടിയുടെ പേര് സീക്രട്ട് സാന്റ എന്നാണ്. അപ്പം ഞങ്ങൾ കൊണ്ടുവരുന്ന ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുക. നമ്മൾ ഒരു ലോട്ട് ഇട്ട് ആ ലോട്ടിൽ നിന്ന് ഒരാളുടെ പേരെടുക്കും. അവര് ആരാണോ ആ ആളുടെ ഗിഫ്റ്റ് ഞങ്ങൾക്ക് തരും. പിന്നെ ഞങ്ങൾ പോയി എടുക്കും. അപ്പം ആ എടുക്കുന്ന ആൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം. അങ്ങനെ ഞാനും കൊടുത്തു, എനിക്കും കിട്ടി. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ആളുകൾ ചേർന്ന് കുറച്ച് ഫോട്ടോ സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഫോട്ടോസ് ഒക്കെ എടുത്തു. അടിപൊളി വൈബായിരുന്നു. അതിനുശേഷം 2025 ഫുഡിങ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരുന്നത്. ഞാൻ അവിടെ ചെന്ന് വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. പക്ഷെ ഞാനൊരു സൈഡിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങളുടെ മാനേജേഴ്സാണ്. അവർക്കൊക്കെ ഇത് കഴിച്ചിട്ട് വേണം അവരുടേതായിട്ടുള്ള വർക്കിന് വേണ്ടി പോവാനായിട്ട്. അപ്പം പുള്ളി എന്നോട് പറയാം, ഞാൻ കഴിച്ചോണ്ടിരിക്കുക, എന്റെ വീഡിയോ ഒന്ന് എടുക്കുന്നത് നിർത്താവോ, എനിക്കിത് സമാധാനമായിട്ടിരുന്ന് കഴിക്കണം. അങ്ങനെ ഞാൻ പതുക്കെ കണ്ടല്ല എന്നെ നോക്കും, പുള്ളി ചിരിക്കും. ഒട്ടുമിക്ക ആളുകളും മലയാളീസും ഇന്ത്യൻസും നമ്മൾ മിക്സഡ് ആണ്. അതിൻ്റെ ഇടയിൽ ഞാനും ഒരു പീസ് എടുത്ത് കഴിച്ചു. ഇല്ലെങ്കിൽ എനിക്ക് കിട്ടാതായിപ്പോ എന്ത് ചെയ്യാനാ. കാരണം എല്ലാരും പോകുന്ന ധൃതിയിൽ എന്തെങ്കിലുമൊക്കെ തിന്നു തീർത്ത് കിട്ടുന്നതൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോകും. അതിനുശേഷം നമ്മളൊരു ഫോട്ടോ സെക്ഷൻ, വ്ളോഗിങ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ കൂടെ നടക്കുക. അതിൻ്റെ ഇടയിൽ ഫോൺ എടുത്ത് പിടിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരി പോസ് ചെയ്യുന്ന കണ്ടില്ലേ. എല്ലാരും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. ഇവരെയൊക്കെ ഒട്ടുമിക്കവും ഞാൻ ഓൾമോസ്റ്റ് 1 വർഷത്തിന് ശേഷമാണ് ഇവരെയൊക്കെ ഞാൻ കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഹെഡ് ഓഫീസിലോട്ട് അധികം പോകാറില്ല. ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് മാറി പാൻട്രി പോയി ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് അവിടുത്തെ വ്യൂവും കണ്ടിരുന്നു. ഞാൻ ഞങ്ങളുടെ കമ്പനീസിന്റെ എണ്ണം കാണിച്ചു തരാം. കണ്ടോ, എക്കണോമിക് ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന കമ്പനീസിന്റെ എണ്ണങ്ങളാണ് ഇതെല്ലാം. ഇതിൽ IPSലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്.
അവിടുന്ന് ഞങ്ങൾ ട്രാൻസ്പോർട്ടിൽ കയറി നേരെ ബുർജ് ഖലീഫ. പക്ഷെ ബുർജ് ഖലീഫയിൽ നിർത്താൻ പറഞ്ഞപ്പോൾ പുള്ളിക്ക് അവിടെ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളെ ബിസിനസ് ബേയിൽ കൊണ്ട് നിർത്തി. അവിടുന്ന് മെട്രോ എടുക്കാനാണ് പ്ലാൻ. മെട്രോയിൽ കയറി അവിടെ എത്തണമെങ്കിൽ ഇനി 2 മിനിറ്റ് ഉണ്ട് മെട്രോ വരാനായിട്ട്. ആ, ഒരു മെട്രോ പോയി. അത് കിട്ടില്ല, കാരണം അത് ഫുൾ തിരക്കായിരുന്നു. ഫുൾ തിരക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ തിരക്ക്, കയറാനേ പറ്റില്ല. ലാസ്റ്റ് കിട്ടിയൊരു മെട്രോയിൽ കയറി ഉന്തിത്തള്ളി അങ്ങനെ നമ്മൾ ദുബായ് മോളിന്റെ ഫ്ലോറിലെത്തി, മെട്രോയിലെത്തി. ഇനി അവിടുന്ന് നമ്മൾ ദുബായ് മോളിനകത്തോട്ട് നടക്കുവാണ്. നടക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ചടങ്ങാണ്. ഇഷ്ടം പോലെ നടക്കാനുണ്ട്. ഞാൻ അതൊക്കെ വീഡിയോയിലെടുത്ത ആ വീഡിയോ നടക്കുന്നത് മാത്രം ഓൾമോസ്റ്റ് 16-17 മിനിറ്റ് വരും. ഈ വീഡിയോ മൊത്തത്തിൽ എനിക്ക് അത്ര ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് അങ്ങനെ ദുബായ് മോളിനകത്തോട്ട് ഞങ്ങൾ കയറാൻ പോവുകയാണ്. ടടാ! ദുബായ് മോളിന്റെ ഫസ്റ്റ് മെട്രോയിൽ നിന്ന് അകത്ത് കയറുമ്പോഴുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. മെയിനായിട്ട് ഞങ്ങൾ ഇവിടെ വന്നത് വാട്ടർ ഡാൻസും ബുർജ് ഖലീഫയുടെ ലൈറ്റിങ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ന്യൂ ഇയറിന് ഭയങ്കര ലൈറ്റിങ്സ് ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തിച്ച. ആ ലൈറ്റിങ്സ് ഒന്നും ഇപ്പൊ കാണാൻ പറ്റത്തില്ല, ന്യൂ ഇയറിനെ കാണത്തുള്ളൂ. കാരണം ഇപ്പോഴുള്ളത് നോർമലി എല്ലാ വീക്കെൻഡ്സിലും വീക്ക് ഡേയ്സിലും അവരിടുന്ന ഒരു ബുർജ് ഖലീഫയുടെ സ്ക്രീൻ ഷോ അത്ര മാത്രമേ ഉള്ളൂ. ഈ പുള്ളിക്കാരിക്ക് അവിടെ വന്നപ്പോഴും വിശക്കുന്നു. പുള്ളിക്കാരി എന്നെ കൊണ്ടുവന്ന ബണ്ണൊക്കെ ഇരുന്ന് തിന്നുക. ഞാൻ പറഞ്ഞു കഴിച്ചോ, അതിനിപ്പോ എന്താ, വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മളല്ലേ ഉള്ളൂ, ഇവിടെ നിന്ന് നമുക്ക് കഴിക്കാം. അങ്ങനെ ബുർജ് ഖലീഫയുടെ വ്യൂ. ഈ ഒരു വീഡിയോ പുള്ളിക്കാരിയുടെ ഐഫോണിൽ എടുത്തു. അതുകൊണ്ട് ഇച്ചിരി കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ബാക്കിയല്ല എൻ്റെ ഫോണിൽ നിന്നായിരിക്കും കേട്ടോ. നമ്മൾ ആ വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പൊ അതിന്റെ താഴെ നിന്നുള്ള ഫൗണ്ടന്റെ ജെറ്റ്സ് ഇങ്ങനെ പൊങ്ങി വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ഓർത്ത് ഞാൻ ഉടനെ തന്നെ അവിടുന്ന് എസ്കേപ്പ് ആയി. കാരണം ഇവിടെ ഈ ഒരു ലൈറ്റ് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ പ്രോപ്പറായിട്ട് കിട്ടില്ല. എനിക്ക് ഫുൾ വീഡിയോ നല്ല വൃത്തിക്ക് വേണം. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ഇവിടുന്ന് അത് പൊങ്ങി വരുന്ന സമയം കൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് ഓടിച്ചെന്നെത്തി. കുറച്ച് മിസ്സായി, പക്ഷെ എന്നാൽ പോലും നല്ലൊരു വ്യൂ കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഈ സൗണ്ട് ഫുൾ വോളിയത്തിൽ കേൾപ്പിക്കണം എന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, കോപ്പിറൈറ്റ് അടിച്ചു തരാനായിട്ടിരിക്കുക കുറച്ച് ആളുകൾ യൂട്യൂബിൽ. അതുകൊണ്ട് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ ഇത് സഹിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഞാനൊരു ലോ വോളിയത്തിൽ ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. പക്ഷെ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ പ്ലീസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഈ ഫൗണ്ടൻ കണ്ടോ, അടിപൊളിയാണ്. നമ്മൾ ഈ ഫോണിൽ കൂടെയും വീഡിയോയിൽ എടുക്കുന്നതിൻ്റെക്കാളും ഒക്കെ സൂപ്പറാണ് നമ്മൾ നേരിട്ട് കാണാനായിട്ട്. നമുക്ക് ആ ഒരു സ്പ്രിങ്കിൾസ് ഓഫ് വാട്ടർ നമ്മുടെ ദേഹത്ത്, ഓരോ ഫൗണ്ടൻ ഈ ഒരു ബ്ലാസ്റ്റ് കഴിയുമ്പോഴും കാറ്റടിച്ച് നമ്മുടെ മേത്തേക്ക് വരും. അതും അവിടുത്തെ ഒരു ഈ സമയത്ത് ലൈക്ക് ഡിസംബർ സമയത്തുള്ള ഒരു കാറ്റ്, അതെല്ലാം കൂടെ വന്ന് അതിന്റെ കൂടെ ഈ ഒരു വിഷ്വൽ വിത്ത് ബുർജ് ഖലീഫ, അടിപൊളിയാണ്. ഒരു മരണമാസ സംഭവം. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആർക്ക് വേണേലും ദുബായിലോട്ട് വരാം. നമുക്ക് കുറച്ചൊരു സേവിങ്സ് വെച്ച് നമ്മൾ ഇവിടെ വന്ന് ഇതൊന്ന് എൻജോയ് ചെയ്ത് ഒരു മാസത്തെ ഒരു 2 വീക്സ് 3 വീക്സ് സമയത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അത് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. ദുബായിൽ വരുന്നവരൊക്കെ പണക്കാരൊന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ വരാം. പണം ഉള്ളവരൊന്നുമല്ല, എന്നെ കാണിക്കാൻ വേണ്ടി വരുന്നവരും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാനിവിടെ ആയതുകൊണ്ട് പറയുമല്ലോ, എനിക്ക് അത്ര വലിയ എമൗണ്ട് ഒന്നും ചിലവായിട്ടില്ല. എൻ്റെ ദുബായ് ജേണി ഞാൻ വേറൊരു വീഡിയോയിൽ അതെല്ലാം ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. തൽക്കാലം നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ അവിടുത്തെ ഷോസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കുറെ നേരം നമ്മൾ അവിടെ ഇരുന്ന് വായി നോക്കിയിരുന്നു. ദുബായ് മോളാണ്, വായി നോക്കാത്തവരുടെ ഒറ്റ മനുഷ്യര് കാണത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ ബുർജ് ഖലീഫ ദുബായ് മോൾ ഔട്ടിംഗ് സൂപ്പർബായിരുന്നു. ശരിക്കും ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. ആ വ്യൂവും നമ്മുടെ ആ ഒരു വൈബും ഇത്രയും നാള് നമ്മൾ കാണാതിരുന്നെന്നുള്ള ഒരു ഫീലും നമുക്കില്ലായിരുന്നു. ഞങ്ങൾ എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. പക്ഷെ ആകെ ടയർഡാണ് ഞാൻ. കാരണം ഇത്രയും ഞാൻ നടന്നിട്ടുണ്ടാവില്ല. എനിക്ക് വയ്യ, എന്നെ ആരെങ്കിലും എടുത്തോണ്ട് പോയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ലൊരു ഫോട്ടോ മാത്രമേ കിട്ടൂ. ഈ ഒരെണ്ണം മാത്രമേ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ മെട്രോയിൽ കയറി ഓൺ പാസീവ് എത്തി. ഓൺ പാസീവ് നിന്ന് ഞങ്ങൾ ബസ് പിടിച്ച് നേരെ എൻ്റെ ഓഫീസിൽ പോയി. കാരണം അവിടെ സൈക്കിൾ എടുത്തു, ഒന്നും നോക്കിയില്ല, ആഞ്ഞ് ചവിട്ടി.
വയ്യ, എങ്ങനെയും റൂമെത്തി ഒന്ന് കിടന്നാ മതി എന്നായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ ന്യൂ ഇയറും സെലിബ്രേഷൻസും ഞങ്ങളങ്ങ് തകർത്തു. റൂമെത്തി, തീരെ വയ്യ, എങ്ങനെയും ഒന്നും കിടന്നാ മതി. ഒന്ന് കിടന്നുറങ്ങിയിട്ട് പിന്നീട് എഴുന്നേറ്റാണേലും കുളിക്കാമല്ലോ. ഉടനെ കുളിക്കണം നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഓക്കെ ഗൈസ്, ബൈ ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്.